ഹലോ, വെൽക്കം ടു ഈസി ക്ലാസ് 5 മൂസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നോക്കുന്നത് 2ാം ക്ലാസ്സിന്റെ ഇംഗ്ലീഷ് ആണ്. അപ്പോൾ അതിൽ എന്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിക്കാണ്ട് ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റ് ആണ് ഇൻ അംബർല ഫോർ ഓൾ. ഇതിൽ എന്തൊക്കെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിന് ഫസ്റ്റത്തെ ആക്ടിവിറ്റി ആണ് റൈറ്റ് ദ നെയിം. ഇതിൻ്റെ ഒക്കെ പേര് എഴുതാനാണ്. നമുക്ക് ആൻസർ നോക്കാം. അപ്പോൾ ഒന്നാമത്തെ പിക്ചർ എന്താണ്? കൂണാണല്ലേ. കൂണിന് എന്താ ഇംഗ്ലീഷിൽ പറയാം? മഷ്റൂം. പിന്നെ അതേപോലെ തവളക്ക് എന്താ ഇംഗ്ലീഷിൽ പറയാം? ഫ്രോഗ്. പിന്നെ എലിക്ക് എന്താ ഇംഗ്ലീഷിൽ പറയാം? മൗസ്. പിന്നെ സൂര്യൻ എന്താ ഇംഗ്ലീഷിൽ പറയലേ? സണ്ണ്. പിന്നെ ഉറുമ്പിന് എന്താ ഇംഗ്ലീഷിൽ പറയാ? ആൻഡ്. പിന്നെ മുയൽക്ക് റാബിറ്റ് എന്നാണ് പറയല്. ഇത് നിങ്ങൾ നോക്കി വെക്കണം, കാരണം ഒന്നാമത്തെ യൂണിറ്റിൽ നിന്ന് ചോദിക്കുന്ന ഒരു പിക്ചറാണ് കേട്ടോ അത്. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി ആണ് കളർ ദ ബട്ടർഫ്ലൈ ആൻഡ് ഡിസ്ക്രൈബ് ഇറ്റ്. അതായത് ഇതിനെ കളർ ചെയ്ത് കാണ്ട് ഇതിനെക്കുറിച്ച് കുറച്ച് വരികൾ എഴുതാനാണ്. നമുക്ക് നോക്കാം. ഇനി നമുക്ക് പൂമ്പാറ്റിനെ പറ്റിയുള്ള ലൈൻസ് നോക്കാം. ദിസ് ഈസ് എ ബട്ടർഫ്ലൈ. ഇറ്റ് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ. ഇറ്റ് ഈസ് എ സ്മോൾ. ഇറ്റ് വാസ് കളർഫുൾ വിങ്സ്. വിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പൂമ്പാറ്റിന് ചിറകുകളെയാണ് ഇവിടെ വിങ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കാം. റാബിറ്റ് സോ ദ ഫോക്സ്. അപ്പോൾ റാബിറ്റ് ആരെ കണ്ടു? കുറുക്കനെ കണ്ടീനല്ല ആ സ്റ്റോറിയിൽ ഇൻ അംബർല ഫോർ ഓൾ. അപ്പോൾ റൈറ്റ് ഡൗൺ ദ ട്രോസ് ഓഫ് ദ റാബിറ്റ്. അപ്പോൾ റാബിറ്റിൻ്റെ മനസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പോയത്? പെട്ടെന്ന് കുറുക്കനെ കണ്ടപ്പോൾ നമുക്ക് ഇവിടെ എഴുതി നോക്കിയാലോ. ഓ നോ, മസ്റ്റ് റൺ അവേ ക്വിക്കലി ബിഫോർ ദ ഫോക്സ് ക്യാച്ചസ് മീ. അതായത് എന്നെ പിടിക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് ഞാൻ ഓടണമെന്നാണ് ആലോചിക്കുന്നത്? ആ ഒരു റാബിറ്റ്, മുയൽ ആലോചിക്കുന്നതല്ലേ. അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ ആശയം നിങ്ങൾക്ക് എക്സാമിന് എഴുതാം, അല്ലെങ്കിൽ ഇതന്നെ നിങ്ങൾ എക്സാമിന് എഴുതി വെച്ചാൽ മതി കേട്ടോ. ഇനി നാലാമത്തെ ആക്ടിവിറ്റി ആണ് കോൺവെർസേഷൻ ആണ്. അപ്പോൾ ഉറുമ്പും പൂമ്പാറ്റയും തമ്മിലുള്ള ഒരു ചെറിയ കോൺവെർസേഷൻ ആണ്. നമുക്ക് പൂർത്തിയാക്കിയാലോ. അപ്പോൾ മൗസും കൂടി അതിൽ ഇൻവോൾവ് ആണ് കേട്ടോ. അപ്പോൾ ഉറുമ്പ് ചോദിക്കുകയാണ്, ഐ ലൈക്ക് ഷുഗർ, വാട്ട് ഡു യു ലൈക്ക്? എനിക്ക് ഇഷ്ടം മധുരമാണ്, നിനക്ക് എന്താണ് ഇഷ്ടം? അപ്പോൾ ബട്ടർഫ്ലൈ എന്താ പറയുന്നത്? ഐ ലൈക്ക് നെക്ടർ. എന്താണ് നെക്ടർ എന്ന് പറഞ്ഞാൽ? പൂത്തേനാണ്. അതായത് തേനാണല്ലേ ബട്ടർഫ്ലൈ കുടിക്കല്. എന്തിൻ്റെ തേന്? പൂക്കളിൽ നിന്നുള്ള തേനാണ് കുടിക്കലല്ലേ. അപ്പോൾ എന്താണ് പറയുന്നത്? ഐ ലൈക്ക് നെക്ടർ എന്നാണ് ബട്ടർഫ്ലൈ പറയുന്നത്. അപ്പോൾ ബട്ടർഫ്ലൈ ഒരു ചോദ്യം ചോദിക്കുകയാണ്, ബട്ടർഫ്ലൈ ഡു യു ലൈക്ക് നെക്ടർ? അപ്പോൾ ബട്ടർഫ്ലൈ ചോദിക്കുകയാണ് മൗസിനോട്, നിനക്ക് ഇഷ്ടമാണോ നെക്ടർ, അതായത് പൂത്തേൻ? അപ്പോൾ നോ, ഐ ഡു നോട്ട് ലൈക്ക് നെക്ടർ, ഐ ലൈക്ക് ചീസ്. അപ്പോൾ എനിക്ക് എന്താണ് ഇഷ്ടം? എനിക്ക് നെക്ടർ ഇഷ്ടമല്ല, എനിക്ക് ചീസാണ് ഇഷ്ടം എന്ന് പറയാണ് മൗസ്. ഈ ഒരു കോൺവെർസേഷൻ നോക്കി വെച്ചോട്ടെ, ചിലപ്പോൾ എക്സാമിന് ഇതേപോലെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി ആണ് ഒരു മഷ്റൂമിനെ പറ്റിയ ഒരു പോയമാണ്. ഇത് പൂരിപ്പിച്ച് ഫുള്ളാക്കാനാണ് പറയുന്നത്. ഇനി നമുക്ക് നോക്കല്ലേ. അപ്പം മഷ്റൂംസ് വാട്ട് എ സൈൻ പോപ്പിംഗ് അപ്പോൺ ഡ്രെയിനിങ് നൈറ്റ്സ്. സം ആർ റെഡ് ആൻഡ് സം ആർ വൈറ്റ് ഡാൻസിങ് ഓൾവേസ് ഹോലാല. അപ്പോൾ മഷ്റൂം വാട്ട് എ സൈൻ പോപ്പിംഗ് അപ്പോൺ ഡ്രെയിനിങ് നൈറ്റ്സ്. സം ആർ യെല്ലോ ആൻഡ് സം ആർ ബ്രൗൺ സ്റ്റാൻഡിങ് ടോൾ ഓൾ ഓവർ ടൗൺ. അപ്പോൾ സ്റ്റാൻഡിങ് ടോൾ ഓൾ ഓവർ ടൗൺ ഇതാണ് ഇവിടെ കൂട്ടിച്ചേർത്തി വരി കേട്ടോ. ഇത് നോക്കി വെക്കേണ്ടതാണ് കേട്ടോ. ഇനി ചോദിക്കാൻ സാധ്യതയില്ല ഒരു ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ദ ഓഡ് വൺ ആൻഡ് സർക്കിൾ ഇറ്റ്. അതായത് കൂട്ടത്തിൽ പെടാത്തതിനെ യോജിപ്പിക്കാൻ, അതായത് സർക്കിൾ ഇടാനാണ് പറയുന്നത്. ഇവിടെ ഫസ്റ്റത്തെ ലൈനിൽ കൂട്ടത്തിൽ പെടാത്തത് എന്താണ്? ടൈഗർ ആണല്ലേ, അതായത് പുലി. കാരണം അതെന്താണ്? വന്യജീവിയാണ്, ആർക്കും വളർത്താൻ അത്ര പെട്ടെന്ന് പറ്റൂല. ബാക്കി 3 എന്താണ്? വളർത്തു മൃഗങ്ങളാണല്ലേ. അതുകൊണ്ട് അവിടെ ഓൾഡ് വൺ ഏതാണ്? അപ്പോൾ ടൈഗർ ആണ്. രണ്ടാമത്തേൽ എന്താണ് ഓൾഡ് വൺ? ബാക്കി ഇപ്പൊ മീനായിക്കോട്ടെ, ഫ്രോഗ് ആയിക്കോട്ടെ, താറാവ് ആയിക്കോട്ടെ, വള്ളത്തിൽ നടക്കാൻ ഇഷ്ടമാണല്ലേ. പക്ഷെ നാലാമത്തെ എന്താണ്? പാരറ്റ് ആണല്ലേ. പാരറ്റിന് എന്ത് ഇഷ്ടമില്ല? അത് വള്ളത്തിലല്ല നടക്കലല്ല, അത് പറന്ന് പോവലാണല്ലേ. അതുകൊണ്ട് ഇവിടെ ഓഡ് വൺ എന്ന് പറയുന്നത് എന്താണ്? പാരറ്റ് ആണ്. അപ്പൊ മൂന്നാമത്തെ അതേപോലെ എന്താണ്? ആൻഡ് ആണ്. നാലാമത്തെ ചെറിയ ആ കുഞ്ഞി ബേർഡ് ആണ് കേട്ടോ. അതേപോലെ ഓൾഡ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തായാലും എക്സാമിനൊരു ഓൾഡ് ഇതേപോലെ തന്നിക്കാണ്ട് ചോദിക്കൂട്ടോ.
ഇനി ഏഴാമത്തെ ആക്ടിവിറ്റി ആണ്. ഇതും ഒരു കോൺവെർസേഷൻ ആണ്, അതായത് സംഭാഷണം. അതായത് ഫോക്സ് മിസ്ഡ് ദ റാബിറ്റ്, അതായത് മുയലിനെ പിടിക്കാൻ പറ്റാതെ ഫോക്സ് സങ്കടം പറയാണ് ആരോട്? വൈഫിനോട്. നമുക്കിത് കംപ്ലീറ്റ് ആക്കാം. അപ്പോൾ കുറുക്കൻ്റെ വൈഫ് ചോദിക്കാണ്, ഹാവ് യു ഗോട്ട് എനിത്തിങ് ടു ഈറ്റ്? നിനക്കൊന്നും തിന്നാൻ കിട്ടിയില്ലേ? അപ്പോൾ ഫോക്സ് പറയാൻ, നോ ഐ വുഡ് നോട്ട് കേച്ച് എനിത്തിങ്, എനിക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ യു വേർ കേച്ചിങ് എ റാബിറ്റ്, വേർ ഈസ് ഇറ്റ്? നീ ഒരു റാബിറ്റിനെ എന്താണ് പിടിക്കാൻ നിന്നില്ലേ, അതെവിടെ? അപ്പോൾ ഇറ്റ് ഈസ് റൺ അവേ ആൻഡ് മിസ്ഡ് ഇറ്റ്, അത് ഒരുപാട് ദൂരേക്ക് ഓടി, എനിക്ക് പിടിക്കാൻ പറ്റിയില്ല എന്ന് പറയാണ്. ആരോട്? വൈഫിനോട്, കുറുക്കൻ. ഇനി എട്ടാമത്തെ ആക്ടിവിറ്റി ആണ് റൈറ്റ് 5 സെന്റൻസ് അബൌട്ട് ആൻസ്. ഉറുമ്പിനെ പറ്റി 5 സെന്റൻസ് എഴുതാനാണ്. നമുക്ക് നോക്കാം. ആൻസ് ആർ സ്മോൾ ഇൻസെക്റ്റ്. അപ്പോൾ ആൻസ് എന്ന് പറയുന്നത് ചെറിയ പ്രാണിയാണ്. ദേ ലീവ് ഇൻ എ ഗ്രൗണ്ട്, അവർ ഗ്രൗണ്ടിലാണ് ജീവിക്കൽ. അതായത് നമ്മുടെ എല്ലാ മുക്കിലും മൂലയിലും ആരുണ്ടാവും? ഉറുമ്പാളുണ്ടാവും അല്ലേ. ആൻസ് വർക്ക് ടുഗദർ, അപ്പോൾ കൂടിക്കാണ്ടാണ് അവർ എന്ത് ചെയ്യൽ? വർക്ക് ചെയ്യൽ. ദേ കേരി ഫുഡ് ടു ദെയർ ഹോം, അവർ എവിടേക്കാണ് ഫുഡ് കൊണ്ടുപോകല്? അവരുടെ വീട്ടിലേക്കാണ് ഫുഡ് കൊണ്ടുപോകല്. ആൻസ് ഹാവ് 6 ലെഗ്സ്, എത്ര ലെഗാണ് ആൻസിനുള്ളത്? അതായത് എത്ര കാലുകളാണ്? 6 കാലുകളാണ് ഒരു ഉറുമ്പിന് ഉള്ളത് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ ആൻസിനെ കുറിച്ച് സെന്റൻസ് ആക്കിക്കാണ്ട് പറയാനുള്ളത്. ഇനി 9ാമത്തെ ആക്ടിവിറ്റി ആണ് കളർ ദ മഷ്റൂം. ആ മഷ്റൂമിന് കളർ കൊടുക്കാനാണ്. നിങ്ങൾക്ക് എന്തായാലും ഒരു കളർ കൊടുക്കാൻ വർക്ക് ഉണ്ടാവും, പക്ഷെ അത് ഇതന്നെ ആവണമെന്നില്ല, ചിലപ്പോൾ മഷ്റൂം തന്നെ ചോദിക്കാട്ടോ. ഇനി 10ാമത്തെ ആക്ടിവിറ്റി ആണ് മേച്ച് ദെയർ ഫേവറേറ്റ് ഫുഡ്സ്. അപ്പോൾ ഈ പറയുന്ന ജീവികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്തൊക്കെയാണ് എന്നാണ്. നമുക്ക് മേച്ച് ചെയ്ത് നോക്കിയാലോ? അപ്പോൾ ഫസ്റ്റ് എന്താ കൊടുത്തിട്ടുള്ളത്? ഒരു ബട്ടർഫ്ലൈ ആണല്ലേ. ബട്ടർഫ്ലൈ ഏറ്റവും ഇഷ്ടം എന്തിനോടാണ്? ആ പൂവാണല്ലേ. ആ പൂവത്തെ എന്താണ് അത് കുടിച്ചൽ? നെക്ടർ, അതായത് പൂത്തേനാണ് എന്ത് കുടിക്കൽ? ബട്ടർഫ്ലൈ കുടിക്കലല്ലേ. ഇനി മൗസിന് എന്താണ് ഇഷ്ടം? ക്യാരറ്റാണ്. അതേപോലെ ആൻറ്റിന് എന്താണ് ഇഷ്ടം? ഷുഗറാണ്. നമുക്കെല്ലാവർക്കും അറിയല്ലേ, ഉറുമ്പിന് ഏറ്റവും ഇഷ്ട സാധനം എന്താണ്? മധുരമാണല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഫ്രോഗിനെ പറ്റി 5 സെന്റൻസ് എഴുതാനാണ്. എ ഫ്രോഗ് ഈസ് എ ഗ്രീൻ അനിമൽ. അപ്പോൾ ഫ്രോഗിന്റെ കളർ എന്താണ്? ഗ്രീൻ, പച്ച കളറാണല്ലേ. ഫ്രോഗ് ക്യാൻ ജമ്പ് വെരി ഹൈ. അപ്പോൾ ഫ്രോഗിന് എത്ര മേലോട്ട് വേണമെങ്കിലും എന്ത് ചാടാൻ വേണ്ടി പറ്റും. ദേ ലിവ് എ വാട്ടർ ആൻഡ്, അപ്പോൾ ഓൺ ലാൻഡ്. അപ്പോൾ ഈ ഫ്രോഗിന് എവിടേക്ക് ജീവിക്കാൻ പറ്റും? വള്ളത്തിലും അതേപോലെ കരയിലും ജീവിക്കാൻ പറ്റിയ ജീവിയാണ് എന്ത്? തവള. അപ്പോൾ ഫ്രോഗ് ഈറ്റ് ഇൻസെക്റ്റ്. അപ്പോൾ ഫ്രോഗ് എന്തിനാ തിന്നൽ? ഇൻസെക്റ്റിനെയാണ് തിന്നൽ. ദേ മേക്ക് എ സൗണ്ട് കോൾഡ് ക്രോ. അവിടെ ക്രോ ക്രോ എന്ന് പറഞ്ഞാണ്ടാണ് അവർ സൗണ്ട് ഉണ്ടാക്കല്. അപ്പോൾ ഇത്ര സെന്റൻസ് ആണ് ഫ്രോഗിനെ പറ്റി പറയാനുള്ളത്. നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ അതും എഴുതാം, അല്ലെങ്കിൽ ഇതന്നെ നോക്കി പഠിച്ചാൽ മതി കേട്ടോ. ഇനി 2ാമത്തെ യൂണിറ്റ് ആണ് എ പീസ് ഓഫ് കേക്ക്. അപ്പോൾ ഈ ഒരു യൂണിറ്റ് നിങ്ങളെല്ലാവരും കഥ നല്ല മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആദ്യം ഇതിൻ്റെ കഥ നല്ലോണം വായിച്ച് കഥ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇത് നോക്കാൻ കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ആക്ടിവിറ്റി തന്നെ എന്താണ്? ഒരു ചിന്ത എഴുതാനാണല്ലേ. എന്തിനെ പറ്റിയാണ് നോക്കാം. ഐ വാണ്ട് ഓൺ ഐസ്ക്രീം, എനിക്കൊരു ഐസ്ക്രീം വേണം. ദ ബേബി എലിഫൻറ്റ് സേഡ്, ആ ബേബി എലിഫൻറ്റ് പറഞ്ഞു. അപ്പോൾ നോ, ദ മദർ സേഡ്, നോ മോർ ഐസ്ക്രീംസ്, കേക്ക് ആൻഡ് ബിസ്ക്കറ്റ് ഫ്രം ടുഡേ ഓൺവേർഡ്സ്. അപ്പോൾ എന്താണ്? ഒരു കേക്കോ ഐസ്ക്രീമോ അല്ലെങ്കിൽ ബിസ്ക്കറ്റോ ഒന്നുമില്ല. എന്തുകൊണ്ടാണ് പറയാൻ കാരണം? ദ ലിറ്റിൽ എലിഫൻറ്റ് ഫെറ്റ് സേഡ്, അവനക്ക് ഭയങ്കര സങ്കടമായി. എന്തുകൊണ്ടാണ് പറയാൻ കാരണം? തടി കൂടുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് പറയണത്. ആ വാട്ട് വുഡ് വി ടോട്ട്, ആ ടൈമിൽ നമ്മുടെ ബേബി എലിഫൻറ്റ് എന്താണ് ചിന്തിക്കുന്നത്? ഒരു കേക്കോ ബിസ്ക്കറ്റോ ഒന്നും തിന്നാൻ വേണ്ടി പറ്റൂല എന്ന് അമ്മ പറഞ്ഞപ്പോൾ എന്താണ് ചിന്തിച്ചത് എന്നാണ് ഇവിടെ കൊടുക്കേണ്ടത് കേട്ടോ. നമുക്ക് ഇനി എഴുതിയാലോ? മേ ബി ഇഫ് ഐ ആം എക്സ്ട്രീം ഗുഡ് ഷീ വിൽ ചേഞ്ച് ഹെർ മൈൻഡ് ടുമാറോ. ചിലപ്പോൾ അത് നല്ലതിനാവാം, ചിലപ്പോൾ അമ്മയുടെ മനസ്സ് നാളെ മാറ്റിയാലോ എന്നാണ് ആ ബേബി എലിഫൻറ്റ് ചിന്തിക്കുന്നത് കേട്ടോ. ഇനി ഒരു കേക്കിൻ്റെ പിക്ചർ തന്നുകാണ്ട് അത് കളർ ചെയ്യാൻ വേണ്ടി ചോദിക്കാട്ടോ. ചിലപ്പോൾ ഈ ഒരു കേക്കിൻ്റെ പിക്ചർ അല്ലെങ്കിൽ ഫ്രോഗ് ആയിരിക്കും എക്സാമിന് ചോദിക്കാട്ടോ. ഇനി അടുത്ത ആക്ടിവിറ്റി ആണ് നെയിം ദ എനിമൽസ് സീൻ ദ ഗീവിൻ പിക്ചർ. ഈ ഒരു പിക്ചറിലുള്ള എനിമൽസിനൊക്കെ എഴുതാനാണ് പറയുന്നത്.
അപ്പോൾ എന്തൊക്കെയുണ്ട്? ടൈഗർ ഉണ്ട്, പുലി, പിന്നെ ജിറാഫ് ഉണ്ട്, ബിയർ ഉണ്ട്. ബിയർ പറഞ്ഞാൽ എന്താണ്? കരടിയാണ് കേട്ടോ. പിന്നെ മങ്കി ഉണ്ട്. മങ്കി എന്ന് പറഞ്ഞാൽ കുരങ്ങനാണ്. പിന്നെ ഫോക്സ് ഉണ്ട്, അതായത് കുറുക്കൻ. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ആ ഒരു ലെറ്റർ പഠിച്ചണം കേട്ടോ. ആ ഒരു സ്പെല്ലിങ് നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കണം. ചിലപ്പോൾ ഈ ഒരു പിക്ചർ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി നാലാമത്തെ ആക്ടിവിറ്റി ആണ് ഹൗ മെനി എലിഫൻറ്റ്സ് ആർ ദർ ഇൻ ദ പിക്ചർ. അപ്പോൾ ആ ഒരു പിക്ചറിൽ എത്ര എലിഫൻ്റ് ഉണ്ട്? 4 എലിഫൻ്റ് ഉണ്ടല്ലേ. ഹൗ മെനി ബേബി എലിഫൻറ്റ്സ് ആർ ദർ. എത്ര ചെറിയ എലിഫൻ്റ് ഉണ്ട്? 2 ചെറിയ എലിഫൻ്റ് ഉണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ ആൻസർ ആട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തൊരു ആക്ടിവിറ്റി ആണ് കളർ ദ എലിഫന്റ് പിക്ചർ. ഈ ഒരു എലിഫന്റിനെ കളർ കൊടുക്കാൻ. അപ്പൊ മക്കൾക്ക് എല്ലാവർക്കും കളർ കൊടുക്കാൻ അറിയാമല്ലോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഈ ഡയലോഗൊക്കെ ആരാണ് പറഞ്ഞത് എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ഡയലോഗാണ് വി നീഡ് ടു ഈറ്റ് ലെസ് ആൻഡ് വർക്ക് മോർ. അപ്പം നമ്മൾ കുറച്ച് തിന്നുകാണ്ട് ഒരുപാട് അധ്വാനിക്കണം. ആരാണ് പറയുന്നത്? മദർ എലിഫൻ്റ് ആണ്. കേക്ക് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി. എൻ്റെ എനർജിയുടെ രഹസ്യം എന്താണ്? കേക്കാണ് എന്ന് ആരാ പറയുന്നത്? ബേബി എലിഫൻ്റ് ആണ്. അപ്പം മാം ക്യാൻ വി വാച്ച് ടെലിവിഷൻ. നമ്മൾ TV കാണട്ടെ എന്ന് ആരാണ് ചോദിക്കുന്നത്? ബ്രൗണി മദറിനോട് ചോദിക്കാണ്. അപ്പോൾ ഇറ്റ് ഈസ് എ സ്പോഞ്ചി കേക്ക്. ആരാണ് സ്പോഞ്ചി കേക്ക് എന്ന് പറയുന്നത്? അപ്പോൾ ലൂക്കയാണ്. പിന്നെ ദ ഫ്ലവേഴ്സ് ഓൺ ഇറ്റ് ആർ മേക്ക് ഓഫ് ഷുഗർ. ഈ ഫ്ലവറൊക്കെ എന്താണ്? ഷുഗർ കൊണ്ടാണ് ഉണ്ടാക്കിയത്. ആരാണ് പറയുന്നത്? ഡെല്ലയാണ് പറയുന്നത്. ഡെല്ല ബേബിയാണ്, അതായത് ഡെല്ല ബേബി എലിഫൻ്റ് ആണ് പറയുന്നത്. ഇനി 7ാമത്തെ ആക്ടിവിറ്റി ആണ് ഒരു കോൺവെർസേഷൻ ആണ്. നമുക്കിത് ഫുള്ളാക്കാം കേട്ടോ. അപ്പൊ ചെറിയ എലിഫന്റ് പറയാണ് ഐ ആം ബിഗ്. ഞാൻ വലുതാണ്. അപ്പൊ വലിയ എലിഫന്റ് പറയാൻ നോ യു ആർ നോട്ട്. നീ വലുതല്ല. യു ആർ എ സ്മോൾ. നീ ചെറുതാണ് എന്ന് പറയാണ്. അപ്പോൾ ചെറിയ എലിഫന്റ് പറയാണ് ഐ ആം ടോൾ. ഞാൻ നീണ്ടിട്ടാണ് എന്ന് പറയാം. നോ യു ആർ നോട്ട്. അപ്പൊ നീ അല്ല. യു ആർ ഷോർട്ട്. നീ ഭയങ്കര ചെറുതാണ്. അപ്പോൾ ഐ ആം ലേൻ. ലേൻ എന്ന് പറഞ്ഞാൽ തിന്നീൻ്റെ വേറൊരു മീനിങ് ആട്ടോ, അതായത് മെലിഞ്ഞിട്ടാണ് എന്നേ. അപ്പോൾ എന്താണ് പറയുക? യു ആർ നോട്ട് ലേൺ. അപ്പോൾ മുയൽ എന്താ പറയുന്നത്? അപ്പോൾ നീ തിന്നല്ല എന്ന് പറയാണ്. നീ മെലിഞ്ഞിട്ടല്ല എന്ന് പറയാണ്. യു ആർ ഫേറ്റ്. നീ തടിച്ചിട്ടാണ് എന്ന് പറയാണ്. ആരോടെ? അപ്പോൾ ചെറിയ എലിഫൻറ്റിനോട് കേട്ടോ. ഇനി 8ാമത്തെ ആക്ടിവിറ്റി ആണ്. അപ്പോൾ ഇതൊരു കോൺവെർസേഷൻ ആണ്. ബേബി എലിഫൻറ്റും ഗ്രാൻഡ്മയും തമ്മിലൊരു കോൺവെർസേഷൻ ആണ്. അതായത് ആ കേക്ക് തരാത്തതുകൊണ്ട് ആ ഗ്രാൻഡ്മാനോട് പറയാണ് ബേബി എലിഫൻറ്റ്. നമുക്കിത് ഫുള്ളാക്കാം. അപ്പോൾ ചെറിയ ബേബി എലിഫൻറ്റ് പറയാണ് അപ്പോൾ ഗ്രാൻഡ്മ ഐ ആം ഫീലിംഗ് സോ സാഡ്. മമ്മ സേസ് വി ക്യാൻ നോട്ട് ഈറ്റ് ദ കേക്ക് നൗ. അപ്പോൾ ഞാൻ ഭയങ്കര സങ്കടത്തിലാണ്. അപ്പോൾ മദർ എന്നോട് എന്താ പറഞ്ഞത്? കേക്ക് തിന്നരുത് എന്ന് പറഞ്ഞേക്കാണെന്ന് പറയണേ. അപ്പോൾ ഗ്രാൻഡ്മ പറയാണ് ഹീ മൈ ബേബി. അപ്പോൾ എൻ്റെ ബേബി. വാട്ട് ഈസ് ദ മാറ്റർ? എന്താണ് പ്രശ്നം? അപ്പോൾ ബേബി എലിഫൻറ്റ് പറയാണ് മമ്മ സേസ് വി മസ്റ്റ് കീപ്പ് ഇറ്റ് ഫോർ ഗസ്റ്റേഴ്സ്. അപ്പോൾ ഗസ്റ്റിന് മാത്രമേ കൊടുക്കാൻ പറ്റുമല്ലോ മമ്മ പറയാണ്. ബട്ട് ഐ റിയലി വാണ്ട് ടു ടേസ്റ്റ് ഇറ്റ്. പക്ഷെ അത് ഇക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണമെന്ന് ആ ബേബി എലിഫൻറ്റ് പറയാണ്. അപ്പോൾ ഗ്രാൻഡ്മ യെസ് ഐ സെൻഡ് എ കേക്ക്. അപ്പോൾ ഞാനൊരു കേക്ക് അയച്ചു തരാം. അപ്പോൾ ദാറ്റ് ഈസ് മൈ ഗിഫ്റ്റ് ഫോർ യു ഓൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വലിയൊരു ഗിഫ്റ്റാണത്. അപ്പോൾ ബേബി എലിഫൻറ്റ് പറയാണ് ഐ നോൺ ഗ്രാൻഡ്മ ഇറ്റ് സ്മെൽസ് സോ യമ്മി. അതെനിക്കറിയാം. അതിൻ്റെ സ്മെല്ല് എന്താണ്? ഭയങ്കര യമ്മി ആണ് എന്ന് ചെറിയ എലിഫൻറ്റ് പറയാണ്. അപ്പോൾ ഗ്രാൻഡ്മ അപ്പോൾ ഓൾ റൈറ്റ് മൈ ഡിയർ. അപ്പോൾ യു മേ ഹാവ് എ സ്മോൾ സൈസ് നൗ ആൻഡ് സേവ് ദ റെസ്റ്റ് ഓഫ് ദ ഗസ്റ്റ്. അപ്പോൾ എന്താണ് പറഞ്ഞത്? ചെറിയൊരു കണ്ട നീ തിന്നുകാണ്ട് ബാക്കി എന്താണ് സേവ് ചെയ്ത് വെക്കാൻ. ആർക്കാണ്? ഗസ്റ്റിന് സേവ് ചെയ്ത് വെച്ചോളാൻ പറയാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ എക്സാമിന് ചോദിക്കും കേട്ടോ. അപ്പോൾ ഈറ്റ് നൈറ്റ് ദ മദർ എലിഫൻറ്റ് ഓൾസോ വാസ് തിങ്കിങ് അബൌട്ട് ദ കേക്ക്. അപ്പോൾ റൈറ്റ് ഡൗൺ ദ തോട്ട്സ്. അപ്പോൾ ഈ മദർ കെടുക്കാൻ പോകുമ്പോൾ എന്താണ് ആലോചിക്കുന്നത്? ആ കേക്കിനെ പറ്റിയാണ്. അപ്പോൾ അതിൻ്റെ എന്തൊക്കെ ചിന്തകളാണ് മദർ ആലോചിക്കുന്നത് എന്ന് നമുക്ക് എഴുതാനാണ്. നമുക്ക് എഴുതി നോക്കാം. ദാറ്റ് കേക്ക് ലുക്ക് സോ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി. ആ ഒരു കേക്ക് ഭയങ്കര സോഫ്റ്റും
അപ്പോൾ ടേസ്റ്റിയുമാണ്. ഐ റിയലി വാണ്ട് ടു ഈറ്റ് ഇറ്റ്. എനിക്ക് അതൊന്ന് കഴിച്ചു നോക്കണം. ബട്ട് വി മസ്റ്റ് വെയിറ്റ് ഫോർ ദ ഗസ്റ്റ്. പക്ഷെ ആ ഗസ്റ്റിനെ കാത്തു നിൽക്കണ്ടേ എന്ന് ആലോചിക്കുകയാണ്. അപ്പോൾ മേ ബി ഐ ക്യാൻ ഹാവ് എ ടിന്നി ബൈറ്റ് ആഫ്റ്റർ എവരി വൺ സ്ലീപ്പ്. പക്ഷെ അതിൻ്റെ ചെറിയൊരു ബൈറ്റ് എനിക്ക് കഴിക്കാം. എങ്ങനെ? എല്ലാവരും ഉറങ്ങിയതിന് ശേഷം എന്ന് ആലോചിക്കാൻ ആര്? ആ മദർ എലിഫൻ്റ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്തൊക്കെയാണ് ഒരു എലിഫന്റിന് ഇല്ലത് എന്ന് എഴുതാനാണ്. നമുക്ക് എഴുതി നോക്കാം. ഇനി 10ാമത്തെ ആക്ടിവിറ്റി ആണ് ഒരു എലിഫന്റിന് എന്തൊക്കെ ഉണ്ട് എന്നതാണ് പാർട്സ്. അപ്പോൾ എന്തൊക്കെ പാർട്സ് ഉണ്ട്? ഐ ഉണ്ട്, ഇയർ ഉണ്ട്, ടൈലുണ്ട്. ടൈല് പറഞ്ഞാൽ എന്താണ്? വാല്. ഫൂത്ത് ഉണ്ട്. ഫൂത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? കാൽപാദമാണ് കേട്ടോ. അതിൻ്റെ അടി ഉണ്ടല്ലോ, അതിനെയാണ് ഫൂത്ത് എന്ന് പറഞ്ഞത്. പിന്നെ ട്രങ്ക് ഉണ്ട്. ട്രങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? തുമ്പിക്കൈനാണ് ട്രങ്ക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഇത് ചോദിക്കാം, അതുകൊണ്ട് ഈ സ്പെല്ലിംഗ് ഒക്കെ നോക്കി വെച്ചോണ്ടിട്ടോ. ഇനി 11ാമത്തെ ആക്ടിവിറ്റി ആണ്. അപ്പോൾ എലിഫൻ്റ് ഫീച്ചേഴ്സ്, എന്തൊക്കെ സവിശേഷതയാണ് എലിഫൻറ്റിന് ഇല്ലത് എന്ന് എഴുതാനാണ്. അപ്പോൾ എലിഫൻ്റ് ആർ ദ ലാർജർ ലാൻഡ് എനിമൽ ആണ്. അപ്പോൾ ലാർജസ്റ്റ് ആയിക്കാണ്ട് ഏറ്റവും വലിയ എനിമൽ ആണ്. ഇവിടെ കാട്ടത്ത് ഏറ്റവും വലിയ എനിമൽ ആണ് എലിഫൻ്റ്. അപ്പോൾ ദേ ഹാവ് എ ലോങ് ട്രക്ക്, ഒരുപാട് നീണ്ട എന്തുണ്ട്? തുമ്പിക്കൈ ഉണ്ട്. ദേ ഹാവ് ബിഗ് ഇയേഴ്സ്, അതിന് എന്തുണ്ട്? വലിയ ചെവി ഉണ്ട്. അപ്പോൾ ദേ ഈറ്റ് ലീവ്സ്, അതേപോലെ ഗ്രാസ് ആൻഡ് ഫ്രൂട്ട്. അപ്പോൾ അവരെന്തൊക്കെയാണ് തിന്നൽ? ഇലകൾ, ഗ്രാസ് അതായത് പുല്ലുകൾ, പിന്നെ ഫ്രൂട്ട്സ് അതായത് പഴവർഗ്ഗങ്ങൾ എന്നിവയാണ് ആര് തിന്നൽ? എലിഫൻ്റ് തിന്നൽ. അപ്പോൾ ദേ ആർ വെരി സ്ട്രോങ് എനിമൽ. അപ്പോൾ ഈ എലിഫൻ്റ് പറഞ്ഞത് എന്താണ്? ഭയങ്കര സ്ട്രോങ് ആണല്ലോ. കാരണം എന്താ? നല്ല വെയിറ്റിലെ ജീവിയാണ്. അപ്പോൾ ജീവികളിൽ ഏറ്റവും വെയിറ്റിലൊരു ജീവിയാണ് ആര്? എലിഫൻ്റ്.